സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ എങ്ങനെ പോകുന്നത് എന്നിട്ട് ഫോണ് പറയും പാലിറ്റീവ്സാ പോകണം കേട്ടോ. പാലിറ്റീവ് ഡേ കെയർ ഉണ്ട്. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി വരുന്നത് അതിനിടെ ഇന്ത്യയിൽ നിൽക്കുന്ന അത് കുഴപ്പമില്ലേനോ വില കേടുന്നില്ലേനോ ഞങ്ങൾ റോട്ടിക്ക് കയറിയില്ലേ അല്ലേ ലച്ചു? ഞങ്ങൾക്ക് വണ്ടി വരുന്ന നോക്കി ഇങ്ങനെ നടക്കുക. ലച്ചുവിന് നടക്കാൻ ഭയങ്കര മടിയല്ലേ ലച്ചു? അല്ലല്ലല്ല നല്ല നടക്കൂല, മടിയില്ലാത്ത കുട്ടിയാണ്. നല്ല ലച്ചാണ് കണ്ടോ, നല്ല ലച്ചു ലച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ പാലിറ്റീവ് കെയറിലെത്തിട്ടോ. പാലിറ്റീവിൽ കണ്ടില്ലേ, ഇതൊക്കെ നമ്മളെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരൊക്കെയാണ് ഡേ കെയറിലുള്ള എല്ലാവരും. കണ്ടില്ലേ, ഓരോരുത്തരും കണ്ട വീൽ ചെയറിലിരിക്കണവരുണ്ട്, നല്ല പാടുന്ന 5 ചേച്ചിയൊക്കെ ഉണ്ട് നമുക്ക്, കണ്ടില്ലേ. അതുപോലെ ഇതാ ഓരോരുത്തരും നല്ല പാടും കേട്ടോ. അപ്പോൾ കിടപ്പിലായ രോഗികളൊക്കെ ഉണ്ട്. പോലെയൊക്കെ ഒരൊറ്റ ദിവസത്തിന് വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന രോഗികളാണല്ലോ. അപ്പോൾ ഒരൊറ്റ ദിവസം പുറത്തേക്ക് കൊണ്ടുവന്ന് അവർക്കൊരു മനസ്സിനൊരു ആശ്വാസം എന്നുള്ള നിലക്കാണ് ഈ ഡേ കെയർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പാടുന്നത് അഞ്ജു എന്ന് പറഞ്ഞാണ് കേട്ടോ. അഞ്ജു എന്ന് പറഞ്ഞ കുട്ടിയാണ്. അവർ ചേച്ചി ഉണ്ടാവലുണ്ട് മഞ്ജു. അപ്പോൾ ഒരു വീട്ടിലെന്തോ അസുഖം ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പിന്നെ വീട്ടിൽ റെസ്റ്റിലാണ്. അപ്പോൾ അഞ്ചും നല്ലോണം പാടും കേട്ടോ. ബിജിലി എന്നാണ് അവരുടെ പേര്. അപ്പോൾ കല്യാണം ചെറിയൊരു വ്യത്യാസമുണ്ട്, റിസപ്ഷൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ വിളിച്ചാൽ അവർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ല മനസ്സിലാക്കാത്ത അവർ നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യുന്നത്. അവർക്ക് എന്ത് പരിപാടി പാലിയേറ്റീവ് സിസ്റ്ററാണ് കേട്ടോ. പുതിയ വന്ന സിസ്റ്ററാണ്. സിസ്റ്റർ നന്നായിട്ട് പാടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ എന്താ പറയുക, പാട്ടുകളെടുത്ത് പോകാൻ എല്ലാ ഫംഗ്ഷനായിരിക്കും അവർ പാടും. പിന്നെ അത് സൺഡേ അല്ലേ, അതുകൊണ്ട് ലീവാണ്. അപ്പോൾ സിസ്റ്ററൊക്കെ പാടും കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ എല്ലാവരും. എന്താണ് അവരെ പാട്ടൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം കരോക്കെ ഇട്ട് പാടുന്നതായതുകൊണ്ടേ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് നമുക്ക് പണി തരും, കോപ്പി റൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് ഇതിലിട്ടിട്ടില്ല. സിസ്റ്റർ എല്ലാം പാട്ട് പാടുന്നുണ്ട്, നല്ല ഉഷാറ് പാട്ട്. പക്ഷേ നമുക്ക് മ്യൂസിക് ഉള്ളത് കാരണം ഇതിലിടാൻ പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ നമ്മളിലെ എല്ലാവരും കണ്ടു നോക്കി എന്തൊരു മനസ്സിന് സന്തോഷമാണെന്ന് അറിയാം ഓരോരുത്തരും മുഖത്തും. ഇതൊന്നും അല്ല കേട്ടോ, ഇവരൊക്കെ നമ്മളെ ഹെലൻ ബഡ്സിൻ്റെ പേരൻസാണ്. അതുപോലെ അഞ്ചു പാടുന്നത്, അഞ്ചിൻ്റെ കൂടെ ഞാനൊന്ന് പാടുന്നുണ്ടായിരുന്നു. ധീര ഷഹീദുകളെ